SFI രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകുന്നൊരു സംഘടനയാണ്. SFI രൂപം കൊണ്ടതിന് ശേഷവും SFI രൂപം കൊള്ളുന്നതിന് മുൻപുള്ള സംസ്ഥാനങ്ങൾ തോറുമുള്ള സംഘടനകൾ നേടിയെടുത്താൽ അതും എല്ലാ ഘട്ടത്തിലും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണിത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രസ്ഥാനവുമാണ് SFI. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ വേട്ടയാടലുകൾ നടന്നിട്ടുണ്ട്. അതിനിരയായി രക്തസാക്ഷിത്വം വരിച്ച വിദ്യാർത്ഥി പ്രവർത്തകരുണ്ട്. SFI രൂപീകരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും നിരവധി സഖാക്കൾ വിദ്യാർത്ഥി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ക്യാമ്പസുകളിൽ അഴിച്ചുവിട്ട അക്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഒരു ഘട്ടത്തിൽ ഒരു കാലത്ത് കേരളത്തിലെ പല ക്യാമ്പസുകളിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അന്ന് മേധാവിത്വം വഹിച്ചിരുന്ന സംഘടന എല്ലാവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തവരായിരുന്നു. അതിൻ്റെ ഭാഗമായി അനേകം ഉശിരായ സഖാക്കളുടെ ജീവൻ ബലികൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രവർത്തനം പരിശോധിച്ചാൽ തെറ്റിനെതിരെ ഐതിഹാസികമായ പോരാട്ടം SFIയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ വിവിധ രീതിയിലുള്ള മർദ്ദനമുറകൾ ഈ സംഘടനയ്ക്ക് ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. ചിലത് ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള നടപടി രൂപത്തിലുള്ളതായിരിക്കാം, ചിലത് ശാരീരിക ആക്രമണമാകാം, ചിലത് പോലീസിൻ്റെ കേസും അതിൻ്റെ ഭാഗമായി വന്ന നടപടികളുമാകാം, ചിലത് പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമായി തല്ലിച്ചതച്ചതിൻ്റെ ഭാഗമാകാം. ഇതെല്ലാം കേരളത്തിലെ തെരുവുകളിൽ നിരന്തര കാഴ്ചയായിരുന്നു. എന്നാൽ ഒന്നിൻ്റെ മുന്നിലും ഒരു തരത്തിലുള്ള മർദ്ദന സംവിധാനങ്ങളുടെ മുന്നിലും പതറാതെ മുന്നോട്ട് പോയ ചരിത്രമാണ് SFIക്കും SFIയിൽ അണിനിരന്ന വിദ്യാർത്ഥി സഖാക്കൾക്കുമുള്ളത്. അതിക്രൂരമായ വേട്ടയാടലിൻ്റെ ഭാഗമായി തലയടക്കം തല്ലിപ്പൊളിച്ചു, രക്തമിങ്ങനെ വാർന്നൊഴുകുന്നു.
ഒന്നല്ല ഒന്നിലധികം ആളുകളെ ആ തരത്തിൽ മർദ്ദിച്ച് അവശരാക്കുന്നു. തുടർച്ചയായ സമരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണത്തിലൂടെ വിദ്യാർത്ഥികളെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം. ഭയപ്പെട്ട് മർദ്ദനം ഭയന്ന് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങില്ല എന്ന കണക്കുകൂട്ടലായിരുന്നു അക്കാലത്ത് കേരളം ഭരിച്ച ഭരണാധികാരികൾക്ക് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ പിറ്റേ ദിവസം നാം കണ്ടത് തലേ ദിവസത്തേക്കാളും കൂടുതൽ കുട്ടികൾ ഈ അതിഭീകരമായ കാഴ്ച നടന്ന തലേ ദിവസത്തിൻ്റെ പ്രതിഷേധം കൂടുതൽ കനത്തുകൊണ്ട് പ്രക്ഷോഭരംഗത്തിറങ്ങുന്നതാണ്. അന്നും തല്ല് നടക്കുന്നു. ഇതെല്ലാം SFI നടന്നു വന്ന വഴികളിലുള്ള ചിത്രങ്ങളാണ്.